ആനക്കൊമ്പുമായി കൊല്ലത്ത് 2 യുവാക്കൾ പിടിയിൽ. വെളിയം സ്വദേശി സുഗു, കൊട്ടാരക്കര സ്വദേശി അരുൺ എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. സിലോണിൽ നിന്ന്, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ, അവിടെ നിന്ന് മുത്തച്ഛൻ പണ്ടുകാലത്ത് കൊണ്ടുവന്നതാണ് ആനക്കൊമ്പെന്നാണ് പ്രതിയായ സുഗുവിന്റെ മൊഴി. സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് വിൽക്കാൻ തീരുമാനിച്ചുവെന്നുമാണ് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിന്റെ കാലപ്പഴക്കമടക്കം പരിശോധിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ആനക്കൊമ്പിൽ തീർത്ത ദണ്ട് വിൽപ്പനയ്ക്കായി സുഗുവിന്റെ കൈവശമുണ്ടെന്ന് വനംവകുപ്പ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. വാങ്ങാനെന്ന വ്യാജേന ഉദ്യോഗസ്ഥർ ഇടപാടുകാർ ചമഞ്ഞ് സുഗുവിനെ സമീപിച്ചു. ആനക്കൊമ്പിന് 50 ലക്ഷം രൂപ വില പറഞ്ഞ് ഉറപ്പിച്ചു. ശേഷം സ്ഥലവും സമയവും അറിയിച്ചു. സുഗുവും പങ്കാളി അരുണും പറഞ്ഞ സമയത്ത് തന്നെ ഗണപതി ക്ഷേത്രത്തിന് സമീപമെത്തി. ഇടപാടുകാർ ഉദ്യോഗസ്ഥരാണെന്നറിയാതെ പ്രതികൾ സ്ഥലത്തെത്തിയതോടെ ഇരുവരെയും പിടികൂടി. അതിലെ തുടരന്വേഷണത്തിന് വേണ്ടി പ്രതികളെയും സീഷറും നമ്മുടെ കയ്യിലുണ്ട്. 2 പ്രതികളാണുള്ളത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ എസ് ദിവ്യ, പത്തനാപുരം സ്ക്വാഡ് റേഞ്ച് ഓഫീസർ നിസാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പ്രതികളെ പിടികൂടിയത്. ആനക്കൊമ്പിന്റെ ഉറവിടം തേടിയപ്പോൾ കിട്ടിയത് വിചിത്ര ഉത്തരം. വർഷങ്ങൾക്ക് മുൻപ് സുഗുവിന്റെ മുത്തച്ഛൻ സിലോണിൽ നിന്ന്, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് മറുപടി. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതോടെ വിൽക്കാനൊരുങ്ങി എന്നാണ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പറഞ്ഞത്. പ്രതികളെ ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. പ്രതികളുടെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട്. ആനക്കൊമ്പിന്റെ കാലപ്പഴക്കവും സുഗു പറഞ്ഞ മൊഴിയും പരിശോധിക്കുന്നുണ്ട്. 24 കൊല്ലം. എന്തായാലും പഴി അങ്ങ് സിലോണിൽ നിന്നെത്തിയ മുത്തച്ഛനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.